രണ്ടുപേർ ഒരു യന്ത്രത്തിൽ സഞ്ചരിക്കുകയായിരുന്നു. പോകുന്ന വഴിക്ക് ഒരു സ്റ്റോപ്പ് സൈൻ കണ്ടെങ്കിലും അത് മൈൻഡാക്കാതെ അവർ മുന്നോട്ട് പോയി. അങ്ങനെ പോകുന്ന വഴിക്ക് അവരുടെ പിറകിൽ ഒരു കൂറ്റൻ ട്രക്ക് വന്ന് ഇവരെ ഭയപ്പെടുത്തുന്നു. എന്നാൽ പിന്നീട് അയാൾ അവരെ ഓവർടേക്ക് ചെയ്തു പോയി. ഇവരെ അയാൾ വല്ലാണ്ടങ്ങ് പേടിപ്പിച്ചിരുന്നു. അങ്ങനെ കുറച്ചു കഴിഞ്ഞ് ഒരു ആലോചന പറമ്പിൽ ആ ട്രക്കും അത് ഓടിച്ചവൻ എന്തോ മനുഷ്യ ശരീരം പോലുള്ള ഒന്ന് ഒരു കുഴിയിലേക്ക് ഇടുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടു. ഇവർ അത് കണ്ടത് അയാളുടെ കണ്ണിൽപ്പെട്ടു. അങ്ങനെ വീണ്ടും അവൻ ഇവരെ ഫോളോ ചെയ്ത് ഇവരെ ഇടിച്ച് ഒരു മുലക്കാക്കിയിട്ട് അവൻ പോയി. അവർക്ക് അയാൾ അതിലെന്താണ് ഇട്ടത് എന്നറിയാൻ വേണ്ടി അവർ വീണ്ടും ആ സ്ഥലത്തേക്ക് തിരിച്ചു. അത് ഒരു പള്ളിയായിരുന്നു. ആ പൈപ്പ് വഴി കുണ്ടിലേക്ക് നോക്കിയപ്പോൾ വളരെ ബാഡ് സ്മെല്ലായിരുന്നു പുറത്തേക്ക് വന്നത്. അവൻ അതിലേക്ക് ടോർച്ച് അടിച്ച് നോക്കുന്നതിനിടെ അതിലേക്ക് വീണുപോയി. അതിൽ ചാക്കിൽ കെട്ടിയ ഒരാളെ അവൻ കണ്ടു. അവന്റെ ശരീരം മൊത്തം തുന്നിക്കെട്ടിയ അവസ്ഥ. അപ്പോഴേക്കും അവൻ മരിച്ചിരുന്നു. അങ്ങനെ അവൻ ചുറ്റും നോക്കിയപ്പോൾ ഒരു 100 കണക്കിന് ശവങ്ങളായിരുന്നു അവിടെ കണ്ടത്. പിന്നെ എങ്ങനെയോ കയറി വന്ന അവന് പേടികൊണ്ട് സംസാരിക്കാൻ കൂടി കിട്ടാതെയായി. അങ്ങനെ ഒരു പോലീസ് സ്റ്റേഷൻ തപ്പി അവർ പോവുകയും അടുത്തുള്ള ഒരു ഷോപ്പിൽ വെച്ച് പോലീസിനോട് സംഭവം വിളിച്ചു പറഞ്ഞ് അവർ അവിടെ എത്തി. എന്നിട്ട് രാത്രി ഇവരും പോലീസും ഡെഡ് ബോഡി കണ്ട സ്ഥലത്തേക്ക് വിട്ടു. പോകുന്ന വഴിക്ക് വെച്ച് ആ ട്രക്ക് ഡ്രൈവർ ആ പോലീസുകാരെയൊക്കെ കൊന്നുകളഞ്ഞിരുന്നു. അതൊരു മനുഷ്യനല്ല എന്ന കാര്യം ആ ടൈമായിരുന്നു ഇവർക്ക് മനസ്സിലായത്. മനുഷ്യരെ കഴിക്കുന്ന ഒരു ജീവി. എന്തോ ഭാഗ്യത്തിന് അവിടെ നിന്നും ഐറ്റങ്ങൾ രക്ഷപ്പെട്ട് വേറെ ഒരു പോലീസ് സ്റ്റേഷനിൽ എത്തി. എന്നാൽ ആ ജീവി ഇവരെ ഫോളോ ചെയ്ത് അവിടെയും എത്തി. അവിടെ വെച്ച് ഒരു ജയിൽ പുള്ളിയെ കൊന്നു തിന്നിരുന്നു. അതിനെ പിടിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും അവനെ പിടിച്ചിട്ട് അതെവിടെയോ പറന്നുപോയി.